അസാം. ഞാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് GLP സ്കൂൾ തെക്കുമുറി. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ IT പാഠപുസ്തകത്തിലെ കുറച്ച് കളികളും പാഠങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എടുത്ത് കളിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠം ഏതാണെന്ന് നോക്കാം. ഇരട്ടകളെ കണ്ടെത്താം എന്നതാണ് ആദ്യത്തെ പാഠം. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എടുക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കാണുന്നത് ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ മെനു എടുക്കുക. ഈ എഡ്യൂക്കേഷൻ കിഡ്സിൻ്റെ നേരെ മൗസ് കൊണ്ടുവരിക. അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒമ്നി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഈ വന്നിരിക്കുന്നത് നമുക്ക് ഗെയിംസ് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആണ്. അതിൽ നിന്ന് മെമ്മറി കാർഡ്സ് എന്ന കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആ കളികളുടെ മുകളിൽ മൗസ് വെക്കുമ്പോൾ ആ കളികളുടെ പേര് താഴെ എഴുതി കാണിക്കും. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മെമ്മറി കാർഡ്സ് ആണ്. ഇത് തുറന്നാൽ വീണ്ടും നമുക്ക് 4 ഓപ്ഷനുകൾ കാണാം. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അനിമൽസ് എന്ന ഓപ്ഷനാണ്. ഈ തുറന്നു വന്നിരിക്കുന്നതാണ് നമ്മുടെ ഗെയിം വിൻഡോ. ഇതിൽ നമുക്ക് കുറേ ബോക്സുകളും അനിമൽസിൻ്റെ ചിത്രങ്ങളും കാണാം. ഒരു വരിയിൽ 4 ചിത്രങ്ങൾ, അങ്ങനെ 3 വരികളുണ്ട് നമുക്ക്. അപ്പോൾ ആകെ 12 ചിത്രങ്ങൾ. ഈ കളി കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇത് കളിക്കേണ്ട വിധം നമ്മുടെ പാഠപുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ബോക്സിൽ ഓരോ മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരും. ഓരോ ബോക്സിലും ഓരോ മൃഗത്തിനെ കാണാം. മുമ്പ് കണ്ട മൃഗത്തിനെ പിന്നീട് കണ്ടാൽ അതിനെ രണ്ടിനെയും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുക. അതാണ് ഈ കളി. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ ബോക്സിൽ ആനയും പിന്നത്തെ ബോക്സിൽ സീബ്രയുമാണ് നമ്മൾ കണ്ടത്. ഡോൾഫിൻ, ജിറാഫ്, ആനയെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബോക്സും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുക. ഈ 2 ബോക്സുകളും കാണാതായത് കണ്ടോ? ഇങ്ങനെ 2 മൃഗങ്ങളെ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗെയിം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഒന്നും കൂടി കളിച്ചു നോക്കിയാലോ? വീണ്ടും അനിമൽസ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. എല്ലാവർക്കും ഈ അടിപൊളി ഗെയിം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്ന് നോക്കാം. ക്ലോസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കളിപ്പെട്ടിയിലെ അടുത്ത പാഠങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.